Good evening, all. Welcome to Chemflix. ഇന്നൊരു കോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. One important key to success is self-confidence. An important key to self-confidence is preparation. This quote was written by Arthur Ashe. Arthur Ashe ഈ കോട്ട് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കീ ടു സക്സസ്സിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കീ ആണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻ ഇമ്പോർട്ടൻ്റ് കീ ടു സെൽഫ് കോൺഫിഡൻസ് ഈസ് പ്രിപ്പറേഷൻ. നമ്മൾ എന്തുമാത്രം പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു, നമ്മൾ എന്തുമാത്രം ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, അതനുസരിച്ച് മാത്രമേ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് തന്നെയായിരിക്കും നമ്മുടെ സക്സസ് തീരുമാനിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. 15-ാം തീയതി വെള്ളിയാഴ്ച നടന്ന സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറിയുടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ ഡിസ്കഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ആദ്യത്തെ പേജിൽ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേറ്റവും അവസാനം തന്നിട്ടുണ്ട് give equations wherever necessary. Electronic device except non-programmable calculators are not allowed in the examination hall. എക്സാമിനേഷൻ ഹാളിൽ നോൺ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റേഴ്സ് മാത്രമേ അവൈലബിൾ കയറ്റാൻ പറ്റത്തുള്ളൂ, അലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓക്കെ, കണക്കുകൂട്ടലുകൾ, ചിത്രങ്ങൾ, ഗ്രാഫുകൾ എന്നിവ ഉത്തര പേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കണം. ഉത്തരങ്ങൾ എഴുതുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. കൂൾ ഓഫ് ടൈം ചോദ്യങ്ങൾ പരിചയപ്പെടാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. ഓക്കെ, 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 1 to 5. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഏതെങ്കിലും 4 ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 5 ചോദ്യമുണ്ട്. അപ്പോൾ ഈച്ച് ക്യാരീസ് 1 സ്കോർ. 4 1 മാർക്ക് വീതം 4 മാർക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്. ഡി ബ്ലോക്ക് എലമെന്റിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യം വന്നിരിക്കുന്ന ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നാണ്. അപ്പോൾ അവിടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഡി ബ്ലോക്കിൽ ടോട്ടൽ 10 ഇലക്ട്രോൺസിനെയാണ് വെക്കാൻ പറ്റുക. സോ 1 മുതൽ 10 വരെ. അപ്പോൾ ഡി 1 to 10 ആണ്. പിന്നെ വന്നിരിക്കുന്ന ഡി എന്ന് പറയുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലാണ്. അപ്പോൾ ഡിക്ക് ശേഷം എസ് ഉണ്ട്. എസ്സിൽ ആകെ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോണേ പറ്റുള്ളൂ. അപ്പോൾ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുമ്പോൾ n-1 ഇവിടെ വരും, ഇവിടെ എന്നും വരും. ഓക്കെ, n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഇത് അതിനുള്ളിലുള്ളത് n-1 d 1 to 10. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്: n-1 d 1 to 10 ns1 2 2 1 or 2 വരാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ CONH3 6ClCl2. നമുക്കറിയാം ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി കോർഡിനേഷൻ നമ്പർ 6 ആവണം വരുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. കറക്റ്റ് വരുമ്പോഴേക്കും ഇങ്ങനെ വരും: CONH3 5 times Cl. അതിത്ര കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ Cl2 എന്ന് പറയുന്നത് പുറത്ത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി, ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം അമോണിയ അല്ലെങ്കിൽ അമ്മീൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ NH3ക്ക് 0, Cl-ൻ്റെ എന്ന് പറയുന്നത് -1. അപ്പോൾ ഇവിടെ കൊബാൾട്ടിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അതിനെ എക്സ് ആയിട്ട് എടുക്കാം. എക്സ് പ്ലസ് 5 അമോണിയ ഉണ്ട്. സോ 5 × 0 പ്ലസ് ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിനകത്തൊരു -1 ഉണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു -2 ഉണ്ട്. കണ്ടോ, ക്ലോറിൻ എന്ന് പറയുന്നത് 2 ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ +2 ഉണ്ട്. കോർഡിനേഷൻ സ്ഫിയറിന് +2 ചാർജ് ആണുള്ളത്. കാരണം നമുക്കിവിടെ പുറത്ത് 2 ക്ലോറിൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ -2 പുറത്തുണ്ട്. അതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്കിവിടെ +2 എഴുതണം. സോ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് -1 ഈസ് ഈക്വൽ ടു +2. സോ എക്സ് ഈസ് ഈക്വൽ ടു +2. ഈ -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു +3 എന്ന് പറയും. സോ ഇവിടുത്തെ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്
C2H5OH എഥനോൾ ആണ്. എഥനോൾ പ്ലസ് എ എന്ന് പറയുന്ന റിയേജന്റിനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഐഡന്റിഫൈ റിയേജന്റ്. അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ C2H5Cl കിട്ടി, POCl3 കിട്ടി, HCl കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ ആൽക്കഹോൾ ഫിനോൾ ഈതറിലും ഇത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാലോ ആൽക്കെയിൻ ഹാലോ അരീനകത്ത് അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കാൻ വേണ്ടി നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഹാലോ ആൽക്കെയിൻ ഹാലോ അരീൻ. അപ്പൊ രണ്ടിടത്ത് പഠിച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, മൊത്തം എത്ര ക്ലോറിൻ ഉണ്ട്? ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, മൂന്ന് ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. സോ 3 × 5. സോ ആൻസർ വരുന്നത് C2H5OH പ്ലസ് PCl5. ഉത്തരം വരുന്നത് PCl5 ആണ്. ഈ തന്നിരിക്കുന്നത് നമ്മളവിടെ എന്തൊക്കെ റിയാക്ഷൻസാണ് പഠിച്ചിരിക്കുന്നത്? അവിടെ നമ്മൾ പഠിച്ചത് ROH പ്ലസ് PCl3 പഠിച്ചു, ROH പ്ലസ് PCl5 പഠിച്ചു, പിന്നെ പഠിച്ചത് ROH പ്ലസ് SOCl2 ആണ് പഠിച്ചത്. SOCl2 ഇതിന് മോസ്റ്റ് എഫക്റ്റീവ് SOCl2 ആണ്. SO2ഉം HClഉം ജനറേറ്റ് ചെയ്യുന്നത് ആ മീഡിയത്തിൽ നിന്ന് ഇവോൾവ് ചെയ്ത് പോകുന്നത് കൊണ്ട് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീൻ എന്ന് പഠിച്ചത് SOCl2 അല്ലെങ്കിൽ തയനൈൽ ക്ലോറൈൻ്റെ പ്രിപ്പറേഷൻ. അവിടെ നമ്മൾ പഠിച്ചതാണ് ഈ റിയേജൻസ്. PCl5 ആണ് ഇതിൻ്റെ ഉത്തരം. റിയേജന്റ് PCl5. ഇവിടുത്തെ ഉത്തരം വരുന്നത് PCl5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അസിഡിക് ആൽക്കഹോൾ എമംഗ് ദി ഫോളോവിങ്. അപ്പോൾ നമുക്കറിയാം ആൽക്കഹോൾ എന്ന് പറയുന്നത് അസിഡിക് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ROH നമ്മുടെ ആൽക്കഹോള്. ROH ഇവിടെ നമ്മുടെ ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത്, ഇവിടുത്തെ ബോർഡ് വരുന്നത് ROH എന്ന് വരും. ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ ഓക്സിജനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓക്സിജനും പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത് H+ ആയിട്ട് ഇവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ആസിഡ് ആണെന്ന് പറയാം. പക്ഷെ വീക്ക് ആസിഡ് ആണ് കേട്ടോ. പക്ഷെ ഇവിടെ pKa വാല്യൂ നോക്കുമ്പോൾ pKa വാല്യൂ 15.5 വരുന്നത് നമ്മുടെ മെഥനോളിനായതുകൊണ്ട് കറക്റ്റ് ആൻസർ വരുന്നത് മെഥനോൾ ആണ്. ബാക്കിയുള്ളതിന് എഥനോളിന് 15.9 ആണ്, പ്രൊപ്പനോളിന് 16.3 സംതിങ് ആണ്. സോ pKa വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി കുറയും. സോ ഇവിടെ നമുക്ക് pKa വാല്യൂ ഏറ്റവും കുറവുള്ളത് ഏതാണ്? മെഥനോളിനാണ്. അതുകൊണ്ട് മോസ്റ്റ് അസിഡിക് മെഥനോൾ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ഇതായിരുന്നു, ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് 4-നൈട്രോബെൻസാൽഡിഹൈഡ്. അപ്പം 4-നൈട്രോബെൻസാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെൻസാൽഡിഹൈഡിന്റെ സ്ട്രക്ചർ എഴുതാൻ അറിയാം. ബെൻസീൻ വരച്ചിട്ട് അവിടെ CHO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് കൊടുത്തു. അത് ഒന്നാമത്തെ കാർബൺ. സോ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3. നാലാമത്തെ കാർബണിന് നൈട്രോ എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പാണ്. സോ NO2. സോ നമ്മളെ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർ ഇനി നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ പോലും C ഡബിൾ ബോണ്ട് OH, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് എലാബറേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലും കറക്റ്റ് ഉത്തരം തന്നെയാണ് 4-നൈട്രോബെൻസാൽഡിഹൈഡ്. കാരണം നാലാമത്തെ പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ് ഉള്ളത്. സോ 4-നൈട്രോബെൻസാൽഡിഹൈഡ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്ഷൻ 2 ആണ്. ഇവിടുത്തെ വായിച്ചു നോക്കണം. ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. 6 to 15. ഈച്ച് ക്യാരീസ് 2 സ്കോർ. അപ്പോൾ 2 സ്കോർ. ഇതുവരെ 1 മാർക്കായിരുന്നു, ഇത് 2 മാർക്കാണ്. അപ്പോൾ 2 മാർക്കിനുള്ളത് നമ്മൾ എഴുതണം. അതായത് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതിപ്പോൾ 2 പാർട്ട് ഉള്ളത് കൊണ്ട് ഓരോന്നിനും ഒരു പാർട്ട് എഴുതാൻ തരാം. ഇപ്പോൾ ഇതിനൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അത് ടൈമാണ്. ടൈം ആകുമ്പോൾ അതിന് യൂണിറ്റ് ഒക്കെ ഇടണമെങ്കിൽ നമുക്ക് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ഇലക്ട്രിസിറ്റി ഇൻ ടേംസ് ഓഫ് ഫാരഡ്സ് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 20 gram ഓഫ് കാൽസ്യം ഫ്രം കാൽസ്യം ക്ലോറൈഡ്, 54 gram ഓഫ് അലുമിനിയം ഫ്രം അലുമിനിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം കാൽസ്യത്തിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 40 gram ആണ്. കാൽസ്യത്തിന്റെ മോളാർ മാസ് 40 gram ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളാർ മാസ് ആണ്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇവിടെ നമ്മുടെ മോളാർ മാസ് എത്രയാണ്? മോളാർ മാസ് എന്ന് പറയുന്നത് 40 ആണ്. മാസ് ഇൻ ഗ്രാം തന്നിരിക്കുന്ന മാസ് 20 gram ആണ്. സോ 20 ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുമ്പം 1/2 അല്ലെങ്കിൽ 0.5 മോൾസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കയ്യിലുള്ള മോൾസ് എന്ന് പറയുന്നത് 0.5 മോൾസ്.
ഇനി ഹൗ മച്ച് ഇലക്ട്രിസിറ്റി ഇൻ ടേംസ് ഓഫ് ഫാരഡ്സ് ഇൻ CaCl2. അപ്പോൾ CaCl2ൽ Ca എന്ന് പറയുന്നത് ഇതിപ്പോൾ CaCl2 എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Ca2 പ്ലസ് 2Cl മൈനസ് ആയിട്ടാണ് ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ Ca2+നെ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ടേബിൾ വരുമ്പോഴേക്കും Ca2+നെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസ് വേണം, 2 ഇലക്ട്രോൺസ് വേണം, എങ്കിൽ മാത്രമേ Ca ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺസ് വേണം. 0.5 മോൾസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2 × 0.5. അപ്പോൾ എന്ത് വരും? 1 ഫാരഡ് എന്ന് വരും. ദാറ്റ് ഈസ് 96,500 കൂളം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, കാൽസ്യം ക്ലോറൈഡ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് കാൽസ്യം ക്ലോറൈഡ് ആണ്, CaCl2. അത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Ca2+ഉം 2Cl മൈനസും ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഈ Ca2+, 2 ഇലക്ട്രോൺസ് 2E- വേണം Ca ആയി മാറാൻ. Caയുടെ മോളാർ മാസ് ആണ് 40 ഗ്രാം എന്ന് പറയുന്നത്. So the electricity to produce 40 gram of calcium, 40 gram calcium പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് 2 ഫാരഡ് ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് 20 gram കാൽസ്യം ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ടു പ്രൊഡ്യൂസ് 20 gram ഓഫ് കാൽസ്യം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2 × 2 ഫാരഡ് × 20/40 1 ഫാരഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ 1 ഫാരഡ്. എങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ആൻസർ 1 ഫാരഡ് കിട്ടും. നിങ്ങൾക്ക് 1 ഫാരഡ് ആൻസർ കിട്ടിയാൽ മതി. ഇതുപോലെ തന്നെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ രണ്ടാമത്തെ ബി പാർട്ട് നോക്കാം. 54 gram ഓഫ് അലുമിനിയം ഫ്രം AlCl3. അപ്പോൾ ഇവിടെ AlCl3 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഇവിടെ AlCl3 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? Al3+ + 3Cl- ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ Al3+നെ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺസ് വേണം. അതായത് 3 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അലുമിനിയത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 54 gram ഓഫ് അലുമിനിയം ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മോളാർ മാസ് ഓഫ് അലുമിനിയം എന്ന് പറയുന്നത്, മോളാർ മാസ് ഓഫ് അലുമിനിയം ഈസ് ഈക്വൽ ടു 27 ആണ്. അപ്പോൾ 27 ഡിവൈഡഡ് ബൈ 54 വരും ഇൻറ്റു 3 ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ നോക്കൂ, കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണിച്ചു തന്നാൽ, the electricity to produce 27 gram of aluminum ആണ് 3 ഫാരഡ്. കണ്ടോ, ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് 27 gram അലുമിനിയത്തിന് വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺ അല്ലെ 3 ഫാരഡ് യൂസ് ചെയ്യും. അപ്പോൾ 54 ഗ്രാമിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3/27, ഇത് by 27 × 54 എന്ന് വരും. നമുക്കിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ 27 ഗ്രാമിനാണ് 3 ഫാരഡ്. അപ്പോൾ 1 ഗ്രാമിന് എന്ത് വരും? 1 ഗ്രാമിന് 3 ഡിവൈഡഡ് ബൈ 27 ആയിരിക്കും. അപ്പോൾ 54 ഗ്രാമിന് എന്ത് വരും? 3 ഡിവൈഡഡ് ബൈ 27 × 54 എന്ന് വരും. സംഗതി സെയിം ആണ്. 6 ഫാരഡ് ഉത്തരം കിട്ടും. 6 ഫാരഡ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളാർ മാസ്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളാർ മാസ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഗ്രാം മോളാർ മാസ്, അതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? മാസ് ഇൻ ഗ്രാം ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 54 ഗ്രാം. 54 ഡിവൈഡഡ് ബൈ ഗ്രാം മോളാർ മാസ് ഓഫ് അലുമിനിയം എന്ന് പറയുന്നത് 27 ആണ്. ഇവിടെ എത്ര ഇലക്ട്രോൺ വേണം? അതായത് എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോൺ വേണം അലുമിനിയത്തിന്. സോ ഇത് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 6 ഫാരഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The rate constant of a reaction. Rate constant തന്നിട്ടുണ്ട്. K is equal to 5 × 10⁻², second raised to -1. So second raised to -1 ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും order of the reaction is equal to 1. ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കുക. T ഹാഫ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓർഡറിന്റെ 0.693 ഡിവൈഡഡ് ബൈ K. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഉത്തരം കിട്ടും. കാണിച്ചു തരാം. ഹാഫ് ലൈഫ് 0.693 ഡിവൈഡഡ് ബൈ കെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് ഇക്വേഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഒരു സ്കോർ, ഇക്വേഷനും അതിൻ്റെ ആൻസറും എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ സ്കോർ വരുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് 0.693 ഡിവൈഡ് ബൈ 5 × 10⁻², 13.86 സെക്കൻഡ്. അത് രണ്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ, സെക്കൻഡ് എന്നുള്ളത് എഴുതാൻ മറക്കരുത്, 2 മാർക്ക് കിട്ടും, 2 മാർക്ക്. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ആർ ദി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണേഴ്സ് തിയറി. അപ്പോൾ വെർണേഴ്സ് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, കോർഡിനേഷൻ കോംപ്ലക്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അതാണ് പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. ഓക്കെ, നമുക്ക് പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
2 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് തന്നെ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ഒരു പോയിന്റിന് 1/2 മാർക്ക് വീതമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 4 പോയിന്റ്സ് എഴുതണം. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മെറ്റൽ ഷോസ് 2 ടൈപ്സ് ഓഫ് വാലൻസീസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി. അപ്പോൾ പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. കോർഡിനേഷൻ കോംപ്ലക്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ CONH35 നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന കോർഡിനേഷൻ കോംപ്ലക്സ്. അല്ലെങ്കിൽ ഇനി വരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 നെയിമിങ് വരുന്നുണ്ട്, CL2. ഇതിനകത്ത് പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. ഇനി ഇത് പ്രൈമറി വാലൻസീസ് ആർ നോർമലി അയണൈസബിൾ. ഇതാണ് പ്രൈമറി വാലൻസി പറയുന്നത്. പ്രൈമറി വാലൻസീസ് അയണൈസബിൾ ആണ് ആൻഡ് ആർ സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺസ്. നെഗറ്റീവ് അയോൺസ് ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതിന് ഓരോന്നിനും 1/2 മാർക്ക് വീതം. സെക്കൻഡറി വാലൻസീസ് എന്ന് പറയുന്നത് നോൺ അയണൈസബിൾ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ CONH35 CL കഴിഞ്ഞിട്ട് കോർഡിനേഷൻ സ്ഫിയർ ഇട്ടതിന് ശേഷമാണ് CL2 എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ CL2 എന്ന് പറയുന്നത് അയനൈസബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് പ്രൈമറി വാലൻസി എന്ന് പറയാം. ഇനി സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയറിനകത്തുള്ള ആൾക്കാർ, അത് സെക്കൻഡറി വാലൻസി, അത് നോൺ അയനൈസബിൾ ആണ്. ദീസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ന്യൂട്രൽ മോളിക്യൂൾസ്. ഇതുകൊണ്ടോ അമീൻ എന്ന് പറയുന്ന ലിഗാൻഡ് ന്യൂട്രൽ ആണ്. ഓർ നെഗറ്റീവ് അയോൺസ്, ക്ലോറിൻ പോലുള്ള നെഗറ്റീവ് അയോൺസ് ആകാം. ദി സെക്കൻഡറി വാലൻസി ഈസ് ഈക്വൽ ടു ദി കോർഡിനേഷൻ നമ്പർ. ഒരു കാര്യം കൂടിയുണ്ട്, അത് പോയിന്റ് നമ്പർ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെയാണ് വെർണർ കോർഡിനേഷൻ തിയറിയിൽ. സെക്കൻഡറി വാലൻസി ഈക്വൽ ടു സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ തന്നെയാണ്. ദ അയോൺസ് ആർ ഗ്രൂപ്പ് ബൗണ്ട് ബൈ ദി സെക്കൻഡറി ലിങ്കേജസ് to the metal have characteristic spatial arrangement. They are directional ആണ്, corresponding to different coordination number. അപ്പോൾ coordination number 4 ആണെങ്കിൽ അവിടെ നമുക്ക് 2 തരത്തിലുള്ള ജോമെട്രീസ് ഫോം ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ടെട്രാഹിഡ്രൽ, രണ്ടാമത്തേത് സ്ക്വയർ പ്ലാനാർ. ഇനി കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു കോർഡിനേഷൻ ജോമെട്രി ഉള്ളൂ, ഒക്ടാഹിഡ്രൽ. അത് തന്നെ 2 തീരത്തിലുണ്ട്. മെക്കാനിസംസ് ഉണ്ട്, ഇന്നർ സ്ഫിയർ മെക്കാനിസം, ഔട്ടർ സ്ഫിയർ മെക്കാനിസം ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ശരി. ഇപ്പോൾ ദേ ആർ ഗിവിംഗ് ദി സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ഷുവർ. അത്രയും എഴുതണം. നമ്മൾ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് IUPAC നെയിംസ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. തന്നിരിക്കുന്ന 2 കോമ്പൗണ്ട്സ് ഉണ്ട്, അതിന്റെ 2ന്റെയും IUPAC നെയിം എഴുതേണ്ട. ഓരോ മാർക്ക് വീതം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ആദ്യം തന്നിരിക്കുന്ന പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് പ്രൈമറി വാലൻസി ആണ്, അതുകൊണ്ട് തന്നെ അത് അയണൈസബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടാസ്യം എന്ന് എഴുതിയേക്കാം, പൊട്ടാസ്യം. ഇനി വരുന്നത് നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിനകത്താണ്, ഓക്സലേറ്റോ ആണ്. അത് 3 എണ്ണം ഉണ്ട്. സോ ട്രൈഓക്സലേറ്റോ. ഓക്സലേറ്റോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അയൺ ആയതുകൊണ്ട് നമ്മൾ ATO ഇട്ടേക്കുന്ന ഓക്സലേറ്റോ. പിന്നെയുള്ളത് അയൺ ആണ്. അയൺ വരുമ്പോൾ ഇവിടെ പൊട്ടാസ്യം നമുക്കറിയാം ഇലക്ട്രോപോസിറ്റീവ് ആണ്. അപ്പോൾ ബാക്കി വരുന്ന കോർഡിനേഷൻ സ്ഫിയർ എപ്പോൾ വന്നാലും അത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ATE ഫെറൈറ്റ് എന്നാണ് കാണിക്കേണ്ടത്. ഇനി അപ്പോൾ പൊട്ടാസ്യം ട്രൈഓക്സലേറ്റോ ഫെറൈറ്റ്. ഇനി നമുക്ക് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കി, പൊട്ടാസ്യം ഓൾറെഡി പോസിറ്റീവ് ആണ്, +1 ആണ്. ഇവിടെ 3 പോസിറ്റീവ് പുറത്തുള്ളത് കൊണ്ട് ഇവിടെ -3 ആയിരിക്കും ഈ കോർഡിനേഷൻ NITയുടെ ചാർജ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഇവിടെ +1 ഉണ്ട്, +1 × 3 +3 ആണ്. സോ സ്ഫിയർ മൊത്തം, ഈ ഒരു കോംപ്ലക്സ് മൊത്തം ന്യൂട്രൽ ആവണമെന്നുണ്ടെങ്കിൽ -3 വരണം. അപ്പോൾ നമുക്കിനി ഓക്സലേറ്റോന്റെ ചാർജ് 2 ആണ്. സോ -6 വരും, which is equal to -3. ഓക്സലേറ്റോ എന്ന് പറയുന്നത് ഡൈഡന്റേറ്റ് ലിഗാൻഡ് അല്ലെ, ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. സോ ഇവിടെ 2 എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. സോ 3 × 2 എന്ന് പറയുമ്പോൾ 6 ആയി. അപ്പോൾ നമുക്ക് x - 6 is equal to സ്ഫിയറിന്റെ ചാർജ് എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും, -3 + 6, അതായത് +3 വരും. ഫെറൈറ്റ് 3 എന്നാണ് പേര് വരുന്നത്, പൊട്ടാസ്യം ട്രൈഓക്സലേറ്റോ ഫെറൈറ്റ് 3. ഇനി അടുത്തത് വരുന്നത് പ്ലാറ്റിനം, അമ്മീൻ ഉണ്ട്, അക്വ ഉണ്ട്, ക്ലോറിഡോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതി. ആദ്യം അമ്മീൻ വരും, AMMINE അമ്മീൻ. അക്വ വരും, AQUA അക്വ. ബിസ്ക്ലോറിഡോ എന്നും എഴുതാം, ഡൈക്ലോറിഡോ എന്നും എഴുതാം. ഓക്കെ, ഡൈക്ലോറിഡോ മതി. ഓക്കെ, പ്ലാറ്റിനം PLATINUM പ്ലാറ്റിനം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്ക്, ഇയാളുടെ 0, ഇയാളുടെ 0, ഇയാളുടെ 2, പ്ലാറ്റിനം 2.
ശരിയാണെന്ന് നോക്കിയേക്കാം ഒരു മിനിറ്റ്. അതാ ഉത്തരം ഇതാണ്. പൊട്ടാസ്യം ട്രയോക്സലേറ്റ് ഓഫ് ഫെറൈറ്റ് 2, ഫെറൈറ്റ് 3, അമ്മീൻ അക്വാ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2. ഓക്കെ ഓക്കെ. ഇവിടെ സ്പെല്ലിങ് നോക്കണം. അമ്മീൻ എന്നാണ് ലിഗാൻഡിന്റെ പേര് വരുന്നത്. സോ 2 M ഉണ്ട് കേട്ടോ. അമ്മീൻ അക്വാ ഡൈക്ലോറിഡോ പ്ലാറ്റിനം. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. ആൽക്കൈൽ ഹാലൈഡ്സ് ടു പോളാർ ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. വൈ? എന്തുകൊണ്ടാണ് ആൽക്കൈൽ ഹാലൈഡ്സ്? RX ആണല്ലോ ആൽക്കൈൽ ഹാലൈഡ്സ്. അപ്പൊ എക്സിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും, ആറിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഇവർ പോളാർ ആണ് എന്ന് പോലും ദേ ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. ഇത് വെള്ളത്തിൽ ലയിക്കത്തില്ല. കാരണം എന്താണെന്നാണ് നമുക്കറിയാം. ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ ഓൾറെഡി 11th പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോറി, +1 പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഹൈഡ്രജനും പിന്നെ ഫ്ലൂറിനും ഓക്സിജനും നൈട്രജനും ഫോണും തമ്മിലാണ്. F അല്ലെങ്കിൽ O അല്ലെങ്കിൽ N. നമുക്കിവിടെ ആറിന്റെ കൂട്ടത്തിൽ വരുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഏതർ ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. അപ്പൊ ഫ്ലൂറിൻ മാത്രമേ ഇവിടെ പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ടിനുള്ള ചാൻസ് ഇവിടെ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ഉത്തരം ഒന്ന് നോക്കിയേക്കാം. ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് ഡു നോട്ട് ഫോം സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇവർ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യത്തില്ല. സോ ദേ ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. അതുകൊണ്ട് തന്നെ ദേ ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ ആണ്. അല്ലെങ്കിൽ പറയാം, in order to dissolve, 2 മാർക്കാണ്. in order to dissolve haloalkane in water, energy is required to overcome the attraction between the haloalkane molecules and break the hydrogen bonds between water molecules. Less energy is released when new attractions are formed between the haloalkanes and water molecules, so they are miscible with water. അത് നമ്മൾ വരുന്ന കെമിക്കൽ ബോണ്ടിങ്ങിലേക്കൊക്കെ വരും. നിങ്ങൾ ഈ ഒരു പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഹൈഡ്രജൻ ബോണ്ട് അതാണ് ഉത്തരം. They couldn't form strong intermolecular hydrogen bonds with water. അതുകൊണ്ടാണ് they are immiscible with water.